ഇന്നൊരു കുഞ്ഞു മഴയാത്രയാണ് കേട്ടോ. മഴയാത്ര എന്ന് പറഞ്ഞാൽ അമൽ രാവിലെ ബൈക്ക് കണ്ട് പണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരമേ കിട്ടുള്ളൂ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ബസ്സിന് പോകുമ്പോൾ അമൽ പോകുന്നില്ല. അമ്മ എന്നെ കൊണ്ടുവിടാൻ, അമ്മ വിളിക്കുമ്പോഴേക്കും ഞാൻ വരുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ പോയേക്കാം. അപ്പോൾ മാളു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. മാളു വന്നു കഴിഞ്ഞ് ഞാനും മാളും കൂടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് പറമ്പിൽ കിളയ്ക്കാനുള്ളൊരു കുഞ്ഞു തൂമ്പ കാച്ചിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത് ഞാൻ എടുത്ത് വണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. നാളെ നോലൂട്ടൻ വരും. നോലൂട്ടന് ചെമ്മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെമ്മീനൊക്കെ വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ളൊരു തോടാണിത് കേട്ടോ. നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. പണ്ട് ഈ തോടൊക്കെ പാലത്തിൻ്റെ മുകളിൽ കയറി ഒഴുകുമായിരുന്നു. മാളുവിൻ്റെ സ്കൂൾ വണ്ടി ഈ വഴിയായിരുന്നു പണ്ട് പോകുന്നത്. അവൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, LP-യിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ സ്കൂൾ വണ്ടി പോകാനൊക്കെ തടസ്സമായിട്ട് വണ്ടി തിരിച്ചു വരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൾപ്പാർപ്പില്ലെങ്കിൽ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഈ കഴിഞ്ഞ വേനയ്ക്ക് അവിടെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. അപ്പം പോകുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ല, തിരിച്ചു വരുമ്പോൾ ഞാനും മാളും അല്ലേ ഉള്ളൂ, അവിടെ നിർത്തി ഇറങ്ങണ്ടേ. അങ്ങനെ നോക്കിയ ചെമ്മീനൊക്കെ കിട്ടി. അത് വാങ്ങി ഈ വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ. അടുത്ത സ്റ്റോപ്പിൽ അമലുവിനെ ഇറക്കി എനിക്ക് വണ്ടി എടുക്കണം. അങ്ങനെ അവിടെ എത്തി. അമലു ഇറങ്ങി. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോയപ്പോഴത്തേനും റോഡിന് കുറച്ച് വീതി കുറവാണേ. അതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടിയും പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വണ്ടിയൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് കയറുക കേട്ടോ. പിന്നെ ഞാനും മാളും കൂടെയുള്ള യാത്ര തുടരുകയാണ്. അപ്പം മാളുവിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. മാള് സ്കൂൾ വിട്ട് വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മാള് ഓറിയോ ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം എൻ്റെ വായിലും വെച്ചെന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ. ഇനി എവിടെ നിർത്തണ്ടെന്നല്ല, കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ സൂപ്പർ മാർക്കറ്റിന് അവിടെ നിർത്തണം. നാളെ ഒരു പായസം വെക്കണം. നോലോട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പായസമൊന്നും വെച്ചില്ല കേട്ടോ. നാളെ അവൻ വരുമല്ലോ. അപ്പോൾ നാളെ പായസം വെക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നു. ഞാൻ പറഞ്ഞ സ്ഥലമെത്തി. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമെത്തി കേട്ടോ. മൊത്തം കാടാണ് അപ്പുറം ഇപ്പുറമൊക്കെ. പണ്ടൊന്നും അധികം ആരും ഇതിലെ പോകല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനെ പുലി ഇറങ്ങി. ഇവിടെ ഇഷ്ടംപോലെ കൽപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും പുലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തെത്തി. അവിടെ ഞാൻ വണ്ടി നിർത്തി സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. പെരും മഴയാണ് കേട്ടോ. ഭയങ്കര കാറ്റും മഴയാണ്. കറണ്ടൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇവിടെ എങ്ങും കറണ്ടില്ല. ഞങ്ങൾ വീട്ടിലെത്തി. അമല് ഞങ്ങൾക്ക് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനൊക്കെ ഇനി പൊളിച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജ് വെക്കണം. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കാം.